കനത്ത മൂടൽമഞ്ഞും കാഴ്ചക്കുറവും കാരണം വിമാനം വഴിതിരിച്ചു വിട്ടു. കോഴിക്കോട്ട് ഇറങ്ങേണ്ട യാത്രക്കാർ കൊച്ചിയിലോ ബാംഗ്ലൂരുവിലോ ഇറങ്ങി കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. കാരണം വളരെ ലളിതമാണ്. ഒരു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യണമെങ്കിൽ അവസാന നിമിഷങ്ങളിൽ പൈലറ്റിന് റൺവേ കൃത്യമായി കാണാൻ കഴിയണം. മൂടൽമഞ്ഞോ ശക്തമായ മഴയോ മറ്റു പ്രതികൂല കാലാവസ്ഥയോ കാരണം റൺവേ നിശ്ചിത ദൂരത്തിനുള്ളിലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ ലാൻഡിംഗ് തുടരുന്നത് അപകടകരമാണ്. അത്തരം സാഹചര്യങ്ങളിൽ പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തുകയോ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയോ ചെയ്യും. എന്നാൽ ഒരു സംശയം സ്വാഭാവികമാണ്. ഇന്ന് അത്യാധുനിക സാറ്റലൈറ്റുകളും GPS-ഉം AI-യും എല്ലാമുള്ള കാലത്ത് റൺവേ കാണാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഒരു വിമാനത്തിന് സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയില്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ച് വാർത്തകളിൽ നിറയുന്ന ഗഗൻ എന്ന അത്യാധുനിക നാവിഗേഷൻ സംവിധാനം. കഴിഞ്ഞ ദിവസം ഒരു ഇൻഡിഗോ A320 വിമാനം ഗഗൻ സഹായത്തോടെ ലാൻഡ് ചെയ്ത വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒരു വിമാനത്തിന് തൻ്റെ സ്ഥാനം മീറ്ററുകളുടെ കൃത്യതയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിംഗ് സിസ്റ്റം ILS-ൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ്? ഇന്ത്യക്ക് ഇത് എന്തുകൊണ്ട് ഇത്രയും നിർണായകമാണ്? നമുക്കത് വിശദമായി നോക്കാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. നിങ്ങൾ കാണുന്നത് സയൻസ് കോർണർ. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ILS ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ഘട്ടം അവസാന ഏതാനും കിലോമീറ്ററുകളാണ്. ഈ സമയത്ത് വിമാനം റൺവേയുടെ മധ്യരേഖയിലൂടെ തന്നെ വരികയും ശരിയായ ആംഗിളിൽ ക്രമേണ താഴേക്ക് ഇറങ്ങുകയും വേണം. ചെറിയൊരു പിഴവ് പോലും വലിയ അപകടത്തിന് കാരണമാകാം. ഇതിനാണ് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം അഥവാ ILS ഉപയോഗിക്കുന്നത്. റൺവേയുടെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക റേഡിയോ ട്രാൻസ്മിറ്ററുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിൽ രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്. ലോക്കലൈസർ, വിമാനം റൺവേയുടെ മധ്യരേഖയിൽ തന്നെയാണോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടുണ്ടോ എന്ന് പൈലറ്റിന് കൃത്യമായി അറിയിപ്പ് കൊടുക്കും. അതേസമയം ഗ്ലൈഡ് സ്ലോപ്പ്, വിമാനം ശരിയായ ആ ആംഗിളിലൂടെ തന്നെയാണോ വരുന്നത്, ഉയരം കൂടുതലാണോ കുറവാണോ എന്ന് കാണിച്ചു തരുന്നു. ഈ വിവരങ്ങൾ വിമാനത്തിൻ്റെ കോക്പിറ്റിലെ ഉപകരണങ്ങളിൽ തുടർച്ചയായി ലഭിക്കുന്നതിനാൽ പുറത്തേക്ക് റൺവേ വ്യക്തമായി കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും പൈലറ്റിന് വിമാനം കൃത്യമായ പാതയിലൂടെ റൺവേയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മൂടൽമഞ്ഞ്, മഴ, രാത്രി സമയം തുടങ്ങി പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ILS വിമാനങ്ങളുടെ സുരക്ഷിതമായ ലാൻഡിങ്ങിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. അതായത് കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തിയെ നമ്മൾ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നത് പോലെയാണത്. ഈ വിവരങ്ങൾ കോക്പിറ്റിലെ ഉപകരണങ്ങളിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റോ ഓട്ടോ പൈലറ്റോ വിമാനത്തിൻ്റെ ദിശയും ഉയരവും കൃത്യമായി ക്രമീകരിച്ച് പുറത്തേക്ക് റൺവേ വ്യക്തമായി കാണാത്ത സാഹചര്യങ്ങളിലും സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തുന്നു. പക്ഷേ ILS സ്ഥാപിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വലിയ ചെലവും സാങ്കേതിക വൈദഗ്ധ്യവും തുടർച്ചയായ പരിപാലനവും മെയിൻ്റനൻസും ആവശ്യമാണ്. ആദ്യം റൺവേയുടെ ഇരുവശങ്ങളിലും അതീവ കൃത്യതയോടെ ലോക്കലൈസർ, ഗ്ലൈഡ് സ്ലോപ്പ് തുടങ്ങിയ ഉപകരണങ്ങൾ സ്ഥാപിക്കണം. ഉപകരണങ്ങൾ സ്ഥാപിച്ചത് കൊണ്ട് മാത്രം കാര്യം തീരില്ല. അവ ശരിയായ സ്ഥാനത്താണോ, ശരിയായ രീതിയിൽ സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടോ എന്നുറപ്പാക്കാൻ പ്രത്യേക കാലിബ്രേഷൻ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് പരിശോധനകൾ നടത്തണം. ഈ പരിശോധനകളിലൂടെ സിഗ്നലുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടെത്തി തിരുത്തുന്നു. ഇതൊരു തവണ മാത്രം ചെയ്താൽ മതിയാകില്ല. നിശ്ചിത കാലയളവിൽ വീണ്ടും പരിശോധന നടത്തി സിസ്റ്റത്തിൻ്റെ കൃത്യത ഉറപ്പാക്കണം. കൂടാതെ ഉപകരണങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികളും പരിപാലനവും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
ഓരോ റൺവേക്കും ILS സ്ഥാപിക്കുകയും എല്ലായ്പ്പോഴും ഉയർന്ന കൃത്യതയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ചെലവേറിയതും വളരെ സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ILS പ്രധാനമായും കൂടുതൽ ട്രാഫിക്കുള്ള വിമാനത്താവളങ്ങളിലാണ് സ്ഥാപിക്കാറുള്ളത്. കാരണം ഓരോ റൺവേക്കും പ്രത്യേകം ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും അവ തുടർച്ചയായി കാലിബ്രേറ്റ് ചെയ്ത് പരിപാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ILS സ്ഥാപിക്കുക എന്നത് പ്രായോഗികമായും സാമ്പത്തികമായും എളുപ്പമുള്ള കാര്യമല്ല. കേരളത്തെ ഉദാഹരണമായി എടുത്താൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിൽ ILS സംവിധാനം നിലവിലുണ്ട്. എന്നാൽ എല്ലാ റൺവേകളിലും ഒരേ വിഭാഗത്തിലുള്ള ILS ആയിരിക്കണമെന്നില്ല. വിമാനത്താവളത്തിൻ്റെയും റൺവേയുടെയും ആവശ്യകത അനുസരിച്ച് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം വളരെ ഫലപ്രദമായ ഒരു സാങ്കേതിക വിദ്യയാണെങ്കിലും അതിൻ്റെ ഉയർന്ന ഇൻസ്റ്റലേഷൻ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും കാരണം എല്ലാ വിമാനത്താവളങ്ങളിലും അത് സ്ഥാപിക്കാൻ കഴിയില്ല. ഈ പരിമിതിയെ മറികടക്കാനുള്ള ഒരു ആധുനിക പരിഹാരമായാണ് ഇന്ത്യ ഗഗൻ വികസിപ്പിച്ചത്. ഗഗൻ എന്നത് GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്നതിൻ്റെ ചുരുക്കമാണ്. GPS എന്ന പേര് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലെ മാപ്പ് മുതൽ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും വരെ ഇന്ന് GPS ഉപയോഗിക്കുന്നു. പക്ഷേ വ്യോമയാന രംഗത്ത്, പ്രത്യേകിച്ച് ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ GPS മാത്രം ആശ്രയിക്കാൻ കഴിയില്ല. കാരണം സാധാരണ GPS നൽകുന്ന സ്ഥാനവിവരത്തിൽ ഏതാനും മീറ്ററുകളുടെ പിശകുണ്ടാകാം. ഈ ഡീവിയേഷൻ 5 മുതൽ 10 മീറ്റർ വരെയോ ചിലപ്പോൾ അതിലധികമോ ആകാം. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ GPS നോക്കി വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വഴിതെറ്റി പോകാറുണ്ട്, ഇല്ലേ? ഈ ഒരു പ്രശ്നം GPS-ലുണ്ട്. എന്തുകൊണ്ടാണ് ഈ പിശക് ഉണ്ടാകുന്നത്? GPS സിഗ്നലുകൾ ഏകദേശം 20,200 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ സിഗ്നലുകൾ പ്രകാശവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഉപഗ്രഹങ്ങൾ തന്നെ ഏകദേശം മണിക്കൂറിൽ 14,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സിഗ്നലുകൾ ഭൂമിയുടെ അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ അങ്ങനെയുള്ള അന്തരീക്ഷ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അവയുടെ വേഗത്തിൽ വളരെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം. കൂടാതെ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലെ ചെറിയ ഡീവിയേഷൻസ്, സാറ്റലൈറ്റ് ക്ലോക്കിലെയും റിസീവർ ക്ലോക്കിലെയും വളരെ ചെറിയ പിശകുകൾ, സമീപമുള്ള കെട്ടിടങ്ങളിലോ മലകളിലോ തട്ടി പ്രതിഫലിക്കുന്ന മൾട്ടിപാത്ത് സിഗ്നലുകൾ എന്നിവയും സ്ഥാനനിർണയത്തിൽ ചെറിയ തെറ്റുകൾക്ക് കാരണമാകാം. കാർ ഓടിക്കുമ്പോഴോ മൊബൈലിൽ വഴി കണ്ടെത്തുമ്പോഴോ ഈ ഏതാനും മീറ്ററുകളുടെ വ്യത്യാസം വലിയ വിഷയമൊന്നുമല്ല. എന്നാൽ അതിവേഗത്തിൽ വരുന്ന ഒരു വിമാനം റൺവേയിലേക്ക് ലാൻഡ് ചെയ്യുന്ന അവസാന നിമിഷങ്ങളിൽ ഈ വ്യത്യാസം എന്നത് വളരെ വലിയ പ്രശ്നമാണ്. അത് വിമാനത്തിൻ്റെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഏവിയേഷനിൽ സാധാരണ GPS-നേക്കാൾ ഉയർന്ന കൃത്യതയുള്ള സംവിധാനങ്ങൾ ആവശ്യമായി വരുന്നത്. ആ പ്രശ്നത്തിനുള്ള ഇന്ത്യയുടെ പരിഹാരമാണ് ഗഗൻ. ഇതിൻ്റെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. ആദ്യം GPS ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഇന്ത്യയിൽ ഉടനീളം സ്ഥാപിച്ചിരിക്കുന്ന റെഫറൻസ് സ്റ്റേഷൻസ് സ്വീകരിക്കുന്നു. ഈ സ്റ്റേഷനുകൾക്ക് സ്വന്തം സ്ഥാനം മില്ലിമീറ്റർ കൃത്യതയിൽ അറിയാവുന്നതിനാൽ GPS പറയുന്ന സ്ഥാനവും യഥാർത്ഥ സ്ഥാനവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം അവയ്ക്ക് കണ്ടെത്താൻ കഴിയും. ഈ വിവരങ്ങൾ പിന്നീട് മാസ്റ്റർ കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. അവിടെ അത്യാധുനിക കമ്പ്യൂട്ടറുകൾ എല്ലാ വിവരങ്ങളും വിശകലനം ചെയ്ത് GPS സിഗ്നലിൽ ഉണ്ടായിരിക്കുന്ന പിശകുകൾ കണക്കാക്കി കറക്ഷൻ ഡേറ്റ തയ്യാറാക്കും. ഈ കറക്റ്റഡ് ഡേറ്റ പിന്നീട് അപ്ലിങ്കിങ് സ്റ്റേഷൻ വഴി ഇന്ത്യയുടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലുള്ള അഥവാ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളിലേക്ക് അയക്കും. അവിടെ നിന്ന് ആ ഉപഗ്രഹങ്ങൾ ഈ കറക്റ്റഡ് ഡേറ്റ വീണ്ടും വിമാനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ വിമാനത്തിലെ റിസീവറിന് ഒരേ സമയം 2 വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. GPS ഉപഗ്രഹങ്ങൾ നൽകുന്ന യഥാർത്ഥ വിവരവും ഗഗൻ നൽകുന്ന കറക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയും. ഈ 2 ഡേറ്റയും സംയോജിപ്പിച്ചാണ് വിമാനത്തിൻ്റെ കൃത്യമായ സ്ഥാനം കണക്കാക്കുന്നത്. അതിൻ്റെ ഫലമായി സാധാരണ GPS-ൽ
15ഉം 20ഉം മീറ്ററുകൾ വരെ ഉണ്ടാകാവുന്ന പിശക് ഏകദേശം 1 മുതൽ 3 മീറ്റർ വരെയായി കുറയ്ക്കാൻ ഗഗന് സാധിക്കുന്നത്. വിമാനം റൺവേയെ സമീപിക്കുന്ന നിർണായകമായ ഘട്ടത്തിൽ ഈ ഉയർന്ന കൃത്യതയാണ് കൂടുതൽ സുരക്ഷിതമായ നാവിഗേഷന് സഹായിക്കുന്നത്. പറയുമ്പോൾ ഗഗന്റെ പ്രവർത്തന രീതി വളരെ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അതിസങ്കീർണമായ ഒരു സാങ്കേതിക ശൃംഖലയാണ്. ഇത്തരമൊരു സംവിധാനം ഒരുക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയും രാജ്യവ്യാപകമായ നെറ്റ്വർക്കും ഉയർന്ന നിലവാരമുള്ള ഹ്യൂമൻ റിസോഴ്സസും വിവിധ ഏജൻസികൾ തമ്മിലുള്ള കൃത്യമായ കോർഡിനേഷനും ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാജ്യത്തുടനീളം സ്ഥാപിച്ചിരിക്കുന്ന റഫറൻസ് സ്റ്റേഷൻസ് ആണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്റ്റേഷനുകൾ ഓരോ പ്രദേശത്തെയും GPS സിഗ്നലുകളിലെ ചെറിയ മാറ്റങ്ങൾ പോലും തത്സമയം കണ്ടെത്തുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് മുഴുവൻ വ്യോമ മേഖലയ്ക്കും കൃത്യമായ തിരുത്തൽ വിവരങ്ങൾ തയ്യാറാക്കാൻ കഴിയുന്നത്. ഈ വിവരങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ കൺട്രോൾ സെൻ്ററാണ്. ഇവിടെ അതിശക്തമായ കമ്പ്യൂട്ടറുകൾ എല്ലാ റഫറൻസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ അനലൈസ് ചെയ്ത് GPS സിഗ്നലുകളിലെ പിശകുകൾ കണക്കാക്കി തിരുത്തൽ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും നിർണായക ഘടകം ഭൂമധ്യരേഖയ്ക്ക് ഏകദേശം 36,800 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ്. ഈ ഉപഗ്രഹങ്ങളുടെ ഭ്രമണകാലം ഭൂമിയുടെ സ്വയം ഭ്രമണകാലത്തിന് തുല്യമാണ്, ഏകദേശം 24 മണിക്കൂർ. അതിനാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവ ആകാശത്ത് ഒരേ സ്ഥാനത്ത് നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നും. ഈ പ്രത്യേകത കൊണ്ടാണ് ഒരേ പ്രദേശത്തേക്ക് തുടർച്ചയായി കറക്റ്റഡ് ഡേറ്റ കൊടുക്കാൻ ഈ ഉപഗ്രഹങ്ങൾക്ക് കഴിയുന്നത്. അതാണ് ഗഗന്റെ ഏറ്റവും വലിയ കരുത്ത്. ഗഗൻ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഓരോ വിമാനത്താവളത്തിലും ചെലവേറിയ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം സ്ഥാപിക്കാതെ തന്നെ ഉയർന്ന കൃത്യതയുള്ള നാവിഗേഷൻ സേവനം ലഭ്യമാക്കാൻ കഴിയുന്നു എന്നതാണ്. അതായത് പല വിമാനത്താവളങ്ങളിലും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തന്നെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ വിമാനങ്ങൾക്ക് കൂടുതൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിയും. ഇന്ത്യയിൽ ഓരോ വർഷവും പുതിയ എയർപോർട്ടുകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം രാജ്യത്തെ വ്യോമയാന രംഗം അതിവേഗം വളരുകയാണ്. ഇന്ന് സാധാരണക്കാരും വലിയ തോതിൽ വിമാനയാത്രയെ ആശ്രയിക്കുന്ന സാഹചര്യമാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വ്യത്യസ്ത കാലാവസ്ഥകളുമുള്ള ഇന്ത്യയിൽ ഓരോ വിമാനത്താവളത്തിനും അതിൻ്റേതായ പ്രത്യേക വെല്ലുവിളികളുണ്ട്. ഇത്തരമൊരു രാജ്യത്ത് കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവും ചിലവ് കുറഞ്ഞതുമായ നാവിഗേഷൻ സിസ്റ്റം ഒരുക്കുന്നതിൽ ഗഗൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗഗൻ ഒരു നാവിഗേഷൻ സിസ്റ്റം മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമഗതാഗത മേഖലയെ കൂടുതൽ സുരക്ഷിതവും ആധുനികവുമാക്കുന്ന ഒരു തന്ത്രപ്രധാന സാങ്കേതിക മുന്നേറ്റം കൂടിയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഗഗൻ ILSനെ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കുന്നില്ല. അത്യന്തം കുറഞ്ഞ വിസിബിലിറ്റിയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തിലുള്ള ഓട്ടോമാറ്റിക് ലാൻഡിങ്ങിന് ഇന്നും ILS വേണം. പക്ഷേ നിരവധി വിമാനത്താവളങ്ങളിൽ സുരക്ഷിതമായ അപ്രോച്ച് ഒരുക്കുന്നതിനും വില കൂടിയ സംവിധാനങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നതിനും ഗഗൻ വലിയ സഹായമാണ്. നിരവധി വർഷത്തെ പരീക്ഷണങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാര പരിശോധനകൾക്കും ശേഷമാണ് ഈ സംവിധാനം പ്രവർത്തന സജ്ജമായത്. 2013 ഗഗന് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംവിധാനമെന്ന അംഗീകാരം ലഭിച്ചു. 2015 ഏവിയേഷന് ഉപയോഗത്തിനായി ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമായി. ഇന്ന് ഇന്ത്യയുടെ ഗഗൻ അമേരിക്കയുടെ വാസ്, യൂറോപ്പിൻ്റെ ഇഗ്നോസ്, ജപ്പാന്റെ MSIS എന്നിവയുടെ നിരയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ വളരെ കുറച്ച് സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റങ്ങളിൽ ഒന്നാണ്. സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരമൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഒരു സുപ്രധാന ചോദ്യം സ്വാഭാവികമായി ഉയരും. GPS പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിനുള്ള സംവിധാനമല്ലേ? അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ GPS സേവനം നിർത്തിവെക്കാൻ കഴിയില്ലേ? അത് നമ്മുടെ വ്യോമയാന മേഖലയ്ക്ക് ഭീഷണിയല്ലേ?
1990-കളിൽ GPS പ്രധാനമായും അമേരിക്കൻ സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ച സംവിധാനമായിരുന്നു. പിന്നീട് ഇത് ലോകമെമ്പാടുമുള്ള സിവിൽ ഉപയോഗത്തിനും തുറന്നുകൊടുത്തു. ഇന്ന് വിമാനയാത്ര, കപ്പൽ ഗതാഗതം, മൊബൈൽ ഫോണുകൾ, ബാങ്കിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങി അനേകം മേഖലകൾ GPS-നെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. 1999-ലെ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യ ആവശ്യപ്പെട്ട ഉയർന്ന കൃത്യതയുള്ള GPS വിവരങ്ങൾ അമേരിക്ക നൽകിയില്ല എന്നത് ചരിത്രമാണ്. ആ സംഭവമാണ് സ്വന്തം നാവിഗേഷൻ സംവിധാനത്തിന്റെ പ്രാധാന്യം ഇന്ത്യയെ കൂടുതൽ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം 1999-ലേതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ഇന്ന് സിവിൽ GPS സേവനം ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. അതിനാൽ പഴയതുപോലെ ലോകമെമ്പാടുമുള്ള GPS സേവനം ഏകപക്ഷീയമായി പൂർണ്ണമായി നിർത്തലാക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമായ കാര്യമാണ്. എങ്കിലും GPS സംവിധാനത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് വൻശക്തികളും സ്വന്തം ആഗോള നാവിഗേഷൻ സംവിധാനങ്ങൾ വികസിപ്പിച്ചത്. യൂറോപ്പിന് ഗലീലിയോ, റഷ്യയ്ക്ക് ഗ്ലോനാസ്, ചൈനയ്ക്ക് ബൈദു എന്നീ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയും ഈ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന സ്വന്തം പ്രാദേശിക സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി നിരവധി ഉപഗ്രഹങ്ങൾ ഇതിനകം ഭ്രമണപഥത്തിലുണ്ട്. കൂടാതെ സംവിധാനത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും തുടരുകയാണ്. സമീപഭാവിയിൽ ഇന്ത്യൻ വ്യോമയാന രംഗത്ത് നാവിക്കിൻ്റെ ഉപയോഗം കൂടുതൽ വ്യാപകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് ഗഗൻ പോലുള്ള സംവിധാനങ്ങളും നാവിക്കിനൊപ്പം പ്രവർത്തിക്കുന്ന തരത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയുടെ വിദേശ നാവിഗേഷൻ സംവിധാനങ്ങളിലുള്ള ആശ്രിതത്വം കൂടുതൽ കുറയുകയും തന്ത്രപ്രധാനമായ സ്വയം പര്യാപ്തത ശക്തിപ്പെടുകയും ചെയ്യും. അതായത് ഗഗൻ ഇന്ത്യയുടെ നാവിഗേഷൻ കൃത്യത വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണെങ്കിൽ നാവിക് ഇന്ത്യയുടെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ്. ഈ രണ്ട് സംവിധാനങ്ങളും പരസ്പര പൂരകങ്ങളായുള്ള സാങ്കേതിക വിദ്യകളാണ്. എന്തായാലും വ്യോമയാന രംഗത്തും വ്യോമ സുരക്ഷയിലും ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിച്ചിരുന്ന രാജ്യം ഇന്ന് ലോകോത്തര നിലവാരമുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഗഗൻ പോലുള്ള സംവിധാനങ്ങൾ ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെയും സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയുടെയും പ്രതീകം കൂടിയാണ്. ഇന്ന് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് മാത്രമല്ല, വ്യോമയാന സുരക്ഷ, നാവിഗേഷൻ, ഉപഗ്രഹ സാങ്കേതിക വിദ്യ എന്നീ അതിസങ്കീർണ മേഖലകളിലും ലോകത്തിലെ മുൻനിര രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലും പ്രായോഗിക ഉപയോഗത്തിലും ഇന്ത്യ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കുന്ന മികച്ച ഉദാഹരണമാണ് ഗഗൻ. ഭാവിയിൽ നാവിക് പോലുള്ള സ്വന്തം നാവിഗേഷൻ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നതോടെ ഈ സ്വയം പര്യാപ്തതയും സാങ്കേതിക ശക്തിയും ഇനിയും ഉയർന്ന തലത്തിലെത്തുമെന്നതിൽ സംശയമില്ല. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുടെ ഈ മുന്നേറ്റങ്ങൾ മനസ്സിലാക്കുകയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.